ചിന്തിച്ച് പ്രാർത്ഥിച്ചു കടന്നുപോകാനായിട്ട് സമർപ്പിക്കുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയാലും ഉള്ള വിടുതലുകൾ അനുഭവിച്ച പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഇത് നമ്മൾ അധികം നമ്മുടെ ശ്രദ്ധ പോകുന്ന രണ്ട് വ്യക്തികളാണ് എസ്തേറും മൊർദെഖായും. എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന് ചില ചിന്തകളാണ് ചിന്തിക്കുവാനായി ദൈവങ്ങളിൽ ശരണപ്പെടുന്നത്. എസ്തേറിന്റെ പുസ്തകം ഏകദേശം 10 അധ്യായങ്ങളുണ്ട്. 10 അധ്യായങ്ങളിൽ നിന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് എന്ത് ശുശ്രൂഷിക്കുമെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് പ്രാരംഭമായി ചില വേദഭാഗങ്ങൾ വായിച്ചു തുടങ്ങി ചിന്തിക്കാം. അതിനുശേഷം പിന്നീട് സമയം കിട്ടുന്നെങ്കിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൽ കാണുന്നത് പോലെ ഉപവാസം എസ്തേർ രാജകൊട്ടാരത്തിൽ തൻ്റെ ബാല്യക്കാരോട് ഒരുമിച്ച് ഉപവസിക്കുകയും അതേസമയത്ത് തൻ്റെ ഭവനത്തിലും വെളിയിൽ ജനങ്ങളുടെ മധ്യേ മൊർദെഖായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ വിടുതൽ ഒരേ സമയത്തോട് ഒരുമിച്ച് ഉപവസിച്ച് ദൈവത്തിൻ്റെ വിടുതൽ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എസ്തേറിന്റെ പുസ്തകത്തിലെ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. എസ്തേറിന്റെ കഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? ഔട്ട്ലൈനായി ചുരുക്കമായി പറഞ്ഞ എന്താണ് കഥ? അഹശ്വേരോശ് രാജാവിന്റെ ഭരണകാലത്ത് മൊർദെഖായി അവിടെ ഉണ്ടായിരുന്നു. രാജാവിന്റെ വാതിൽ കാവൽക്കാരനായി മൊർദെഖായി അവിടെ ഉണ്ടായിരുന്നു. മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളാണ്, വളർത്തു മകളാണ് എസ്തേർ എന്ന ദൈവത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എസ്തേർ ഒരു അനാഥമായ എന്ന് പറയാം. എസ്തേറിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിരുന്നു. എസ്തേറിനെ എടുത്ത് വളർത്തിയത് വളർത്തച്ഛനായി വളർത്തിയത് തന്റെ ചിറ്റപ്പനായിരുന്നു. മൊർദെഖായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മൊർദെഖായിയെ കുറിച്ച് അധികം വിശദാംശങ്ങൾ ദൈവം കാണുന്നില്ല. മൊർദെഖായിയുടെ കുടുംബത്തെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചോ ഒന്നും പരാമർശിക്കുന്നില്ല എസ്തേറിന്റെ പുസ്തകത്തിൽ. മൊർദെഖായി എന്നുള്ള പദത്തിന്റെ അർത്ഥം ബഹുമാനിതൻ, പോരാടുന്നവൻ എന്നൊക്കെ മൊർദെഖായി എന്നുള്ള പദത്തിന്റെ അർത്ഥമുണ്ട്. എസ്തർ എന്ന പദത്തിന്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. അപ്പോൾ നക്ഷത്രത്തെ പോലെ ദൈവത്തിന് വേണ്ടി ശോഭിച്ചവൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനുവേണ്ടി പോരാടിയത് മൊർദെഖായി ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ പേര് പോലെ തന്നെ അവരുടെ ജീവിതവും അതുപോലെ ആയിരുന്നു. പോരാടുന്നവനായിരുന്നു, ബഹുമാനിതനായ അവൻ പിന്നീട് മാറ്റപ്പെട്ടു എന്നൊക്കെ നമുക്ക് ദൈവത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നെബൂഖദ്നേസറിന്റെ കാലത്ത് 70 വർഷത്തോളം പ്രവാസത്തിലേക്ക് പിടിക്കപ്പെട്ടു പോയ വ്യക്തികളുടെ കൂട്ടത്തിൽ ബാലകനായി കടന്നുപോയ ഒരു വ്യക്തിയാണ് മൊർദെഖായി എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഏകദേശം 70 വർഷത്തോളം അദ്ദേഹം പ്രവാസത്തിലായിരുന്നു. പ്രവാസകാലത്തിൽ നിന്ന് അവിടുന്ന് മടങ്ങി വന്ന അഭിഷിക്തന്മാരെ പരിശുദ്ധാത്മാവ് യെരൂശലേമിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാസത്തിലായിരുന്നവരെയും കർത്താവ് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന യെരൂശലേമിലേക്ക് തിരികെ വന്ന നെഹമ്യാവിനെ കുറിച്ച് നമുക്കറിയാം. നെഹമ്യാവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നെഹമ്യാവ്, അതുപോലെ എസ്ര, സെരുബ്ബാബേൽ അല്ലെ, ദൈവത്തിന് വേണ്ടി പണി ചെയ്ത സെരുബ്ബാബേൽ, ഇവരൊക്കെ ദൈവത്താൽ മടങ്ങി വന്ന പ്രവാസത്തിൽ നിന്ന് ഉപയോഗിക്കപ്പെട്ടതായി കാണുന്നുണ്ട്. എന്നാൽ പ്രവാസത്തിൽ അകപ്പെട്ടു പോയവർ ദാനിയേൽ പ്രവാസത്തിനകത്തായിരുന്നു, മടങ്ങി വരുവാൻ കഴിഞ്ഞില്ല. പ്രവാസത്തിലായിരുന്നു ദാനിയേൽ, അതുപോലെ എസ്തേർ, അതുപോലെ മൊർദെഖായി ഒക്കെ അവരുടെ കാലഘട്ടത്തിൽ അവരുടെ പ്രവാസത്തിൽ അവർ ഉപയോഗിക്കപ്പെട്ടതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ എവിടെ ആയിരുന്നാലും, പ്രാരംഭമായ ഒരു ദൂത് പറയാം, എവിടെയായിരുന്നാലും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവനായി തീരണമെങ്കിൽ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടാൽ സാഹചര്യം ഒന്നും വിഷയമല്ല, പട്ടണമൊന്നും വിഷയമല്ല. ദൈവത്തിനോട് ചേർന്ന് നിന്നാൽ പ്രവാസത്തിന്റെ നടുവിൽ ദാനിയേലിനെ ഉപയോഗിച്ച, മൊർദെഖായി ഉപയോഗിച്ച, പ്രവാസം എന്ന് പറയുമ്പോൾ സ്വന്തം ദേശമല്ലാതെ മറ്റൊരു ദേശം, നമ്മൾ പ്രവാസികൾ അല്ലേ, മറ്റൊരു ദേശം, മറ്റൊരു രാജാവിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ ദൈവത്താൽ പ്രയോജനപ്പെട്ടു ദാനിയേൽ അല്ലേ, ദൈവത്താൽ പ്രയോജനപ്പെട്ടു. സിംഹങ്ങളുടെ ദൈവം അടച്ചു കളഞ്ഞു, ദാനിയേൽ പ്രയോജനപ്പെട്ടു. ശദ്രക് മേശക് അബേദ്നെഗോ പ്രയോജനപ്പെട്ടു. അതുപോലെ തന്നെ മൊർദെഖായും എസ്തേറും പ്രവാസകാലത്ത് പ്രയോജനപ്പെട്ടതായി കാണുന്നു. അതുപോലെ യെരൂശലേമിലേക്ക് മടങ്ങി വന്നവരെ കർത്താവ് ഉപയോഗിക്കുന്നതായി ദൈവത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് പ്രാരംഭ അധ്യായങ്ങളിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യത്തിലെ അഹശ്വേരോശ് രാജാവ് ഒരു വലിയ വിരുന്ന് ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഏക പുസ്തകം എസ്തേറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഹിന്ദു ദേശം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കൂസ് വരെ, കൂസ് എന്ന് എനിക്ക് തോന്നുന്നു എത്യോപ്യയാണെന്ന് തോന്നുന്നു, കൂസ് ദേശം വരെയുള്ള ഭാഗങ്ങൾ ഭരിച്ചിരുന്ന അഹശ്വേരോശ് എന്ന് പറയുന്ന രാജാവ് എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നത്? 127 സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന അഹശ്വേരോശ് രാജാവിനെ കുറിച്ച് പ്രാരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഹശ്വേരോശ് വലിയൊരു വിരുന്ന് സംഘടിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പത്നിയായിരിക്കുന്ന വസ്തി രാജ്ഞിയും ഒരു വിരുന്ന് കഴിക്കുന്നതായിട്ടൊക്കെ ആ പ്രാരംഭ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടെ അഹശ്വേരോശ് രാജാവ് തന്റെ പത്നിയെ, വസ്തിയെ, രാജ്ഞിയെ
മറ്റ് പ്രഭുക്കന്മാർക്ക് കാട്ടിക്കൊടുക്കേണ്ടതിനായി അവളെ വിളിക്കുന്ന ഒരു ഭാഗം ആദ്യ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ വസ്തി രാജ്ഞി വരാൻ മടിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, എന്നാൽ ഷണ്ഡന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. അല്ലെ? അപ്പോൾ നോക്കണമേ, ഈ രാജാവിനെ കുറിച്ച് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഇന്ന് പകലിൽ സമയങ്ങളിൽ 10 അധ്യായം വായിച്ചു. ഭാഗങ്ങളൊക്കെ അറിയാമെങ്കിലും ഒന്നുകൂടെ ഞാൻ വായിക്കാനായിട്ടിടയായിരുന്നു. അപ്പോൾ ഈ രാജാവിനെ കുറിച്ച്, അഹശ്വേരോശ് രാജാവിനെ കുറിച്ച് മറ്റുള്ള അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ കഴിയും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാജാവാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജാവാണ്. കാരണം ഇത്രയും സംസ്ഥാനങ്ങളുടെ ഒരു അധിപനാണ്. ഈ ഹിന്ദു ദേശം മുതൽ, ഇന്ത്യ മുതൽ അങ്ങനെ എത്യോപ്യ വരെ അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള വലിയ സംസ്ഥാനങ്ങളുടെ ഒരു രാജാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മൊർദെഖായി രാജാവിനോട് അപേക്ഷിക്കാൻ വേണ്ടി എസ്തേറിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് എസ്തേർ മൊർദെഖായോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, എനിക്ക് 1 മാസത്തേക്ക് രാജാവിന്റെ അടുത്ത് ചെല്ലാൻ പറ്റുകയില്ല. രാജാവിന്റെ അടുത്ത് ചെല്ലണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അതായത് രാജ്ഞിക്ക് പോലും, സ്വന്തം ഭാര്യയായിരിക്കുന്ന രാജ്ഞിക്ക് പോലും രാജാവിനെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെല്ലത്തക്ക രീതിയിൽ, ടൈം ക്രമീകരിച്ച് ചെല്ലത്തക്ക രീതിയിൽ രാജാവിന്റെ പവർ അത്ര വലുതായിരുന്നു അഹശ്വേരോശ് രാജാവിന്റെ. മാത്രമല്ല, പുരുഷനോ സ്ത്രീയോ ആരും രാജഗൃഹത്തിൽ പ്രവേശിക്കാൻ പാടില്ല. പ്രവേശിക്കുന്നതിന് മുമ്പ് അനുവാദം എടുക്കണം. അഥവാ പ്രവേശിച്ചാൽ അത് അറിയിക്കാതെ പ്രവേശിച്ചു എന്ന് വരികിൽ രാജസിംഹാസനത്തിലിരിക്കുന്ന രാജാവ് തന്റെ കയ്യിലുണ്ടായിരിക്കുന്ന കോൽ, അല്ലേ, അത് നീട്ടി, ദണ്ഡ് നീട്ടി അദ്ദേഹത്തിന് നേരെ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ നേരെ, അല്ലെങ്കിൽ പുരുഷന്റെ നേരെ നീട്ടിയാൽ മാത്രമേ രാജഗ്രഹത്തിൽ ചെല്ലാനായിട്ട് അനുവാദമുള്ളൂ. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാജാവ് ഈ വസ്തി രാജ്ഞിയെ തന്റെ പ്രഭുക്കന്മാർക്ക്, മറ്റു രാജ്യത്തുള്ള ആൾക്കാരും കാണും, ആ പ്രഭുക്കന്മാർക്ക് പരിചയപ്പെടുത്താനായി അല്ലെങ്കിൽ അവളെ കാണിക്കാനായി വിളിക്കുമ്പോൾ വസ്തി രാജ്ഞി ചെല്ലുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു. ഈ ഭാഗം വായിച്ചപ്പോൾ അതിശയം, അല്ലെ? ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാജാവ്, അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ പോകേണ്ടതായിട്ടുള്ള ഒരു രാജാവ്, ആ രാജാവിന്റെ വാക്കിന് മുമ്പിൽ ഭാര്യ ആയിരിക്കുന്ന വസ്തി രാജ്ഞി ആയിരിക്കുന്നവൾ ചെല്ലാതിരുന്നെന്ന് എഴുതിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ വസ്തി രാജ്ഞിയുടെ ആ ധൈര്യമാണ് എന്താണെന്ന് എനിക്കറിയില്ല. വസ്തി രാജ്ഞിയുടെ ആ രാജാവ് വിളിച്ചിട്ടും ചെല്ലാതിരുന്ന ആ ചിന്ത ആലോചിച്ച് നോക്കി. അത് മറ്റൊന്നിനുമല്ല, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. ദൈവം ചിലരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ചിലരുടെ ഹൃദയത്തിനകത്ത് തക്ക തീരുമാനമെടുക്കാതെ തെറ്റായ തീരുമാനം കൊണ്ടുവന്ന് അവരെ മാറ്റിക്കളയാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവരുടെ ബുദ്ധി അബലമാക്കി, ഞാൻ എന്തെങ്കിലും അവരുടെ ബുദ്ധി അബലമാക്കി, അല്ലെങ്കിൽ അവർക്ക് തക്ക സമയത്ത് തീരുമാനമെടുക്കാൻ കഴിയാതെ അവരെ മാറ്റാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് അവരിൽ കൂടെ തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് ദൈവം മാറ്റും. കാരണം ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു, അല്ലെ? യൂദാ ജനത്തിന്റെ വിടുതലിന് വേണ്ടി എസ്തേറിനെയും മൊർദെഖായിയെയും മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൈവത്തിന്റെ പ്ലാനായിരുന്നു, അല്ലെ? ശമൂവേലിനോട് ദൈവം സംസാരിക്കുന്നുണ്ട്, നീ എത്രത്തോളം ശമൂവേലിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും, തൈലക്കൊമ്പിൽ തൈലം നിറയ്ക്കുക, അല്ലെ? ഇശ്രായേലിന്റെ ഭവനത്തിലേക്ക് പോവുക. അവൻ മാത്രമല്ല രാജാവ്, അവനെ തെരഞ്ഞെടുത്തൊരു സമയമുണ്ടായിരുന്നു. ശാമാനങ്ങളുടെ ഇടയിൽ അവനെ പുറത്തേക്ക് കൊണ്ടുവന്ന്, അല്ലെ, അവനെ തെരഞ്ഞെടുത്ത് രാജകീയ അഭിഷേകം കൊടുത്ത ഒരു കാലഘട്ടം അവനുണ്ടായിരുന്നു, അല്ലെ? വീണക്കാരെ കാണുമ്പോൾ, പ്രവാചകന്മാരെ കാണുമ്പോൾ അവൻ ആത്മാവിലാകുകയും പ്രവചിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ശൗലിനുണ്ടായിരുന്നു. ഒരു സുവർണ്ണ കാലഘട്ടം ശൗലിനുണ്ടായിരുന്നു. പക്ഷേ ആ സുവർണ്ണ കാലഘട്ടം എന്നേക്കും നിലനിൽക്കാതെ അവൻ നിഗളിയായി മാറിയപ്പോൾ, അഹങ്കാരിയായി മാറിയപ്പോൾ ദൈവം അടങ്ങിയിരുന്നില്ല. ദൈവം എന്ത് ചെയ്തു? ഇശായിയുടെ പുത്രനിൽ ഒരുവനെ കണ്ടു, അല്ലെ? കാട്ടിൽ വസിക്കുന്നവനാണ്, പ്രത്യേകമായിട്ടുള്ള കഴിവൊന്നുമില്ല, എന്നാൽ ആരാധിക്കുന്നവനായിരുന്നു. അവനെ ദൈവം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത് നമ്മളോടുള്ള ഒരു ദൂതം, അല്ലെ? ദൈവത്തോട് ചേർന്ന് നിന്നില്ല എങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ നിഗളം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി, പ്രൈസ് ദി ലോർഡ്, മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് ആക്കുവാൻ മടിയില്ലാത്തൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭ തന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് നമുക്കറിയാം, അല്ലെ? നമ്മളിനി അഹങ്കരിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ, പക്ഷെ നമ്മെ മാറ്റി മറ്റൊരാളെ ആക്കാൻ ദൈവത്തിന് കഴിയും. അത്ര സർവശക്തനായ ദൈവമാണ്. അപ്പോൾ അവൾ അഹങ്കരിച്ചു, വസ്തി അഹങ്കരിച്ചത് കാരണം അവൾ രാജസ്ഥാനത്ത് മാറി. അഹങ്കരിക്കാൻ ഒന്നും ദൈവം അവളെ പ്രേരിപ്പിച്ചു കാണും, അല്ലെങ്കിൽ ചിന്ത അവളെ ഉള്ളിൽ കൊണ്ടുവന്ന് കാണും. എന്തായാലും എസ്തേറിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്ന്. എസ്തേർ മുൻനിരയിലേക്ക് വരുവാനുള്ള
ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു എന്ന് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അല്ലേ. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അവിടെ പറയുന്നത് ഒരു ചിറ്റപ്പന്റെ മകളായ എസ്തേർ ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാരില്ലായ്മ, ഹദസ്സ എന്ന് മറ്റൊരു പേര് മോൾക്കുണ്ടായിരുന്നു, എല്ലായ്മ അവളെ വളർത്തിയിരുന്നു കാണാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം ചിന്തിക്കാനുള്ള സമയമുള്ളൂ. 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിച്ചു. ആ കാലത്ത് മൊർദെഖായി അഹരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരമന്വേഷിച്ചു. മൊർദെഖായി കാര്യമറിഞ്ഞ് എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തേർ അത് മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്താലെ കാര്യം സത്യമെന്ന് കണ്ട് അവർ രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിന് മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. എസ്തേറോടെ ഉണ്ടായിരുന്ന സമയത്ത് നടന്ന ഒരു ദൈവത്തിന്റെ പദ്ധതി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മൊർദെഖായി രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ ആഗ്രഹിച്ച ഷണ്ഡന്മാരെ അവരെ കുറിച്ച് വിവരം രാജാവിന് കൈമാറുകയും അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നു. നോക്കണ ഒരു വലിയ വിടുതലാണ് അവിടെ നടന്നത് അല്ലേ. രാജാവിന് മരണം സംഭവിക്കാവുന്നിടത്ത് മൊർദെഖായി ഒരു രക്ഷ ചെയ്തു കൊടുത്ത വാതിൽക്കാവൽക്കാരനായ, അതായത് പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് മൊർദെഖായി. മൊർദെഖായി ആ ന്യൂസ് അറിയിച്ച് രാജാവിനെ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ രാജാവ് തന്നെ രക്ഷിച്ച, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച മൊർദെഖായിക്ക് വേണ്ടി 2-ാം അധ്യായം വായിക്കുമ്പോൾ ഒന്നും ചെയ്യുന്നതായി കാണുന്നില്ല. 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ മൊർദെഖായി അത് ആ വിടുതൽ സംഭവിക്കാഞ്ഞത് കൊണ്ട്, തനിക്കൊരു നന്മ ലഭിക്കാഞ്ഞതുകൊണ്ട് പരിതപിക്കുകയും കംപ്ലൈന്റ് പറയുകയും പോലും ചെയ്യുന്നില്ല. രാജാവിനെ രക്ഷിച്ചല്ലേ, രാജ്യത്തിന്റെ രാജാവിനെ രക്ഷിച്ചതാണ്. രാജാവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കാതെ തന്റെ ഡ്യൂട്ടി ക്ലിയറായി ചെയ്യുന്ന മൊർദെഖായിയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയിലാണ് ഇത് സംഭവിച്ചത്. എന്നാൽ ദൈവത്തിന്റെ ആ പദ്ധതിയുടെ വിടുതൽ 2-ാം അധ്യായത്തിൽ സംഭവിക്കുന്നില്ല. അത് സംഭവിക്കുന്നത് എവിടെയാണ്? 6-ാം അധ്യായത്തിലാണ്. ഈ 2-ാം അധ്യായത്തിനും 6-ാം അധ്യായത്തിനും ഇടയിൽ ചില സംഭവങ്ങൾ ഉണ്ടാകും. എനിക്ക് കഥ അറിയാവുന്ന ഞാൻ പറഞ്ഞു, ഇടയിൽ ചില സംഭവങ്ങൾ ഉണ്ടാകും. നോക്കണമേ, 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് രാജാവിനെ വിടുവിച്ചപ്പോൾ, രാജാവിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച മൊർദെഖായിക്ക് ഒരു നന്മ ലഭിക്കാമായിരുന്നു, പ്രതിഫലം ലഭിക്കാമായിരുന്നു. എന്നാൽ ദൈവം തൽക്കാലത്തേക്ക് അത് കൊടുക്കാതെ മറച്ചു കളയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് അതിനെ പറയുന്നത്, അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം കിട്ടത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുക നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാണല്ലോ, നമ്മൾ ആ വിഷയത്തിന് വേണ്ടി നല്ലതായിട്ട് ജാഗരിച്ചാണല്ലോ, ദൈവത്തോടുള്ള പ്രതിബദ്ധത അല്ല, ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് ഉണ്ടായിരുന്നല്ലോ, നാം ആഗ്രഹിച്ചിട്ട് ആ വിടുതൽ സംഭവിച്ചില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ദൈവം അത് മറച്ചു വയ്ക്കും. ഹല്ലേലൂയ. കുറെ കാലത്തേക്ക് അത് തരാതിരിക്കും. ഹല്ലേലൂയ. അതിന് ദൈവത്തിന് മറ്റൊരു പദ്ധതി അതിന്റെ പിന്നിൽ കാണും. മൊർദെഖായി രാജാവിനെ രക്ഷിച്ചൊന്നും ഒരു പ്രതിഫലവും കിട്ടിയില്ല. മൊർദെഖായി ഒരു കംപ്ലൈന്റ് പറഞ്ഞില്ല. തന്റെ ഡ്യൂട്ടി എന്തായിരുന്നു അത് ചെയ്തു പോയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ 3-ാം അധ്യായത്തിൽ മൊർദെഖായി ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടം വരാൻ കാരണമായിത്തീരുന്നുണ്ട്. അത് 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം. ഹാമാൻ എന്ന് പറഞ്ഞ ആകാന്യനായ ഹാമാന് രാജാവ് പ്രത്യേകമായ പദവികളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹാമാനെ എല്ലാവരും നമസ്കരിക്കണമെന്നുള്ള ഒരു ചിന്ത എല്ലാ ദേശത്ത് മുഴുവൻ പരക്കുവാനിടയായിട്ട് തന്റെ പ്രധാനികൾ പ്രമുഖന്മാരെല്ലാം അവനെ കുമ്പിടണമെന്നുള്ള, അവൻ 2ാമനായി മാറിയപ്പോൾ അവനെ കുമ്പിടണമെന്നുള്ള ഒരു കൽപ്പന രാജാവിന്റെ ഭാഗത്ത് പുറപ്പെടുന്നുണ്ട്. എന്നാൽ 3-ാം അധ്യായത്തിന്റെ ഈ 2-ാം വാക്യത്തിൽ ഈ മൊർദെഖായി മാത്രം അവനെ നമസ്കരിക്കുന്നില്ല. രാജാവിന്റെ വാതിൽക്കാവൽക്കാരനാണ്, രാജാവിന്റെ സെക്യൂരിറ്റി ഗാർഡിൽപ്പെട്ട ഒരു പ്രധാനി എന്ന് വേണം നമുക്ക് പറയാം. രാജാവിനെ സംരക്ഷിക്കുന്ന സെക്യൂരിറ്റി ഗാർഡിൽപ്പെട്ട ഒരു പ്രധാനി, ഒരു സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫീസർ. ഈ സെക്യൂരിറ്റി ഓഫീസർ നല്ല പ്രധാനിയായിരിക്കുന്ന രാജാവ് കഴിഞ്ഞാൽ 2ാമനായിരിക്കുന്ന ഹാമാനെ നമസ്കരിക്കുന്നില്ല. കാരണം യഹൂദന്മാർക്ക് ഒരു പാരമ്പര്യമുണ്ട്, പിതാവായ ദൈവത്തെ അല്ലാതെ ആരെയും നമസ്കരിക്കരുത്, കുമ്പിടരുത് എന്നൊരു
കസ്റ്റം യഹൂദനുണ്ട് അല്ലേ. അതുകൊണ്ടാണ് യഹൂദ വംശത്തിൽ പറഞ്ഞ കർത്താവിന്റെ അടുത്ത് തന്നെ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്. ആരാ വന്നിട്ട് പറയുന്നത്? നീ എന്നെ വണങ്ങി നമസ്കരിച്ചാൽ ഞാൻ കാണുമോ ഒക്കെ നിനക്ക് തരാമെന്ന് ആരാ പറയുന്നത്? പിശാച് പറയുന്നുണ്ടല്ലേ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആകുന്ന സമയത്ത് പിശാചിന്റെ അടുത്ത് വന്ന് നീ എന്നെ വണങ്ങി നമസ്കരിച്ചാൽ ഈ കാണുമോ ഒക്കെ നിനക്ക് തരാം. കാരണം അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ മറുപടി ശ്രദ്ധിച്ചായിരുന്നോ? പിതാവായ ദൈവത്തെ മാത്രമേ നീ നമസ്കരിക്കാവൂ. യഹൂദന്റെ കഷ്ടം അതാണ്, യഹൂദന്റെ പ്രമാണം അതാണ്. അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കുമ്പിടാനുള്ള പ്രമാണമില്ലാത്തത് കൊണ്ട്, താൻ യഹൂദനായിരുന്നത് കൊണ്ട്, ഹാമാൻ എത്ര ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആളാണെങ്കിലും തന്റെ ജോലി പോയാലും സെക്യൂരിറ്റി ഓഫീസറുടെ പണി പോയാലും ഈ യഹൂദനായിരിക്കുന്ന മൊർദെഖായി അദ്ദേഹത്തിന് മുമ്പിൽ നമസ്കരിച്ചില്ല എന്ന് കാണാൻ കഴിയും. ഇതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. എന്നാൽ ഹാമാൻ ഒരിക്കലും ഈ മൊർദെഖായിയെ മാത്രം കൊല്ലാൻ ആഗ്രഹിച്ചില്ല. നോക്കണേ, ശത്രുവിന്റെ പദ്ധതി നോക്കിയാൽ മൊർദെഖായിയെ മാത്രം കൊല്ലാൻ ആഗ്രഹിക്കാതെ മൊർദെഖായിയുടെ വംശത്തെ മുഴുവനും തന്റെ ഈ 127 സംസ്ഥാനങ്ങളിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള പദ്ധതിയുമായി ഹാമാൻ തയ്യാറാകുന്നത് കാണാൻ കഴിയുന്നു. 4-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിലേക്ക് വരാം. എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ഒരുപാട് മെസ്സേജ് നമ്മൾ ഇതിനകത്ത് കേട്ടിട്ടുള്ളൂ അല്ലെ. നീ ഈ സമയത്ത് മിണ്ടാതിരുന്ന, നീ ഈ സമയത്ത് മിണ്ടായിരുന്നുള്ള പല മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഭാഗം തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഹാമാൻ ഈ യഹൂദ വംശത്തെ മുഴുവനായി നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച് രാജകൽപ്പന വാങ്ങി രാജാവിന്റെ മോതിരം കൊണ്ട് സീൽ ചെയ്ത് ഈ 127 സംസ്ഥാനങ്ങളും അയച്ചു. ഒരു രാജാവിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്: ഒരു ജനം നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു. ആ ജനം നമ്മുടെ പ്രമാണങ്ങൾക്ക്, രാജകീയ ശാസനങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ല. അവർക്ക് സ്വന്തമായ ദൈവിക നിയമങ്ങളുണ്ട്, കൽപ്പനകളുണ്ട് എന്ന് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമുക്ക് കീഴ്പ്പെടാത്ത ഈ ജനത്തെ പൂർണ്ണമായും വംശഹത്യ നടത്തി കളയാനുള്ള ചിന്തയോടെയാണ് രാജാവിന്റെ മുദ്രബോധനം മേടിച്ച് സീൽ ചെയ്ത് ഈ 127 സംസ്ഥാനങ്ങളിലും ആളയച്ച് അവൻ അറിയിക്കുന്നുണ്ട്. അപ്പോൾ മൊർദെഖായെ മാത്രമല്ല, യഹൂദൻ എന്ന് പറയുമ്പോൾ മൊർദെഖായെ കൊല്ലാൻ പറ്റും. അതുൾപ്പെടെ യഹൂദ ജനത്തെ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള പദ്ധതിയുടെയാണ് ഹാമാൻ തയ്യാറാകുന്നത്. എന്നാൽ മൊർദെഖായി എന്ത് ചെയ്തു? മൊർദെഖായി അറിഞ്ഞിട്ട് രാജസിംഹാസനത്തിൽ രാജധാനിയിൽ ആരുണ്ട്? തന്റെ ചിറ്റപ്പന്റെ മകളുണ്ട് അല്ലെ, എസ്തേർ ഉണ്ട് അല്ലെ. എസ്തേർ രാജധാനിയിലുണ്ട്. എസ്തേർ രാജ്ഞിയോട് ഇത് അറിയിക്കുന്ന ഭാഗമാണ് നാം വായിച്ചത്. നീ രാജധാനിയിലൊക്കെയാണ് ഇരിക്കുന്നത്, പക്ഷേ യഹൂദന്മാരിൽ വെച്ച് നീ രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയുണ്ടാകും. നമ്മളിത് വായിച്ചങ്ങ് വിട്ടുപോകുക. പക്ഷേ ഈ പ്രായാധിക്യം ചെന്ന സെക്യൂരിറ്റി ഓഫീസറായ ഈ മൊർദെഖായി, കാവൽക്കാരനായ ഈ മൊർദെഖായിയുടെ അകത്തുണ്ടായിരുന്ന ഒരു വിശ്വാസമാണ്. ഹല്ലേലൂയ. തനിക്ക് സംസാരിക്കാൻ വേണ്ടി രാജധാനിയിൽ തന്റെ റിലേറ്റീവായിരിക്കുന്ന രാജ്ഞി ഉണ്ട് അല്ലെ. എന്നാൽ മൊർദെഖായി പറയാണ്, അവൻ സംസാരിച്ചില്ലെങ്കിലും, ആ വിശ്വാസത്തെ വലുതാ, അവന് സംസാരിച്ചില്ലെങ്കിലും മറ്റൊരിടത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി ഒരു ഉദ്ധാരണം ഉണ്ടാകുമെന്ന് മൊർദെഖായി വിശ്വസിച്ചു. ഈ മൊർദെഖായി ഇത് ഹാമാന്റെ കാര്യമൊക്കെ പറഞ്ഞ് എസ്തേറിന്റെ അടുത്ത് ആളെ കിട്ടുന്നത് പറയുമ്പോൾ എസ്തേർ ഇത് ആദ്യം, ഞാനത് ആദ്യം പറഞ്ഞ ഭാഗത്ത് എസ്തേർ ഇത് സമ്മതിക്കുന്നില്ല. കാരണം എസ്തേറിന് രാജാവിന്റെ സ്ഥലത്ത് ചെല്ലാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. 30 ദിവസത്തേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജകൽപ്പനയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദൂത് എസ്തേറിന്റെ അടുത്ത് ചെല്ലുന്നത്. അതുകൊണ്ട് എസ്തേർ ആദ്യം മടിക്കുന്നുണ്ട്. പിന്നീടാണ് ഈ ദൂത് മൊർദെഖായി സംസാരിക്കുന്നത്. പക്ഷെ മൊർദെഖായിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ രാജധാനിയിലുണ്ട് അല്ലെ. എന്റെ മകളാണ്, ഞാൻ വളർത്തിയ മകളാണ് അല്ലെ, യഹൂദ വംശത്തിൽ പറഞ്ഞവളാണ്. ഇവൾ യഹൂദയാണെന്നുള്ളത് രാജാവിനെയോ അവിടെയുള്ള ഷണ്ഡന്മാരെയോ പ്രഭുക്കന്മാരെയോ ഒന്നും അറിയിക്കരുതെന്ന് മൊർദെഖായി സംസാരിച്ചിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഇവൾ യഹൂദയാണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെങ്കിൽ മൊർദെഖായി പറയുകയാണ്, നീ സംസാരിച്ചില്ലെങ്കിലും യഹൂദ ജനത്തിന് ഒരു ധാരണം ഉണ്ടാകും. കാരണം പ്രാർത്ഥിക്കുന്ന ജനമാണ്, ആരാധിക്കുന്ന ജനമാണ്. യഹൂദ എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ സ്തുതി എന്നാണ്. അപ്പൊ ആരാധിക്കുന്ന, ഉപവസിക്കുന്ന ജനത്തിന് വേണ്ടി അകത്ത് പിടിപാടുള്ള ഒരാൾ സംസാരിച്ചില്ലെങ്കിലും ദൈവം പ്രവർത്തിക്കുമെന്ന് മൊർദെഖായിക്ക് ഒരു വിശ്വാസമുണ്ട്.
രാത്രി ഈ മൂന്ന് സംസാരിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ അകത്ത് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ആരോഗ്യ ചില സ്ഥലങ്ങളിൽ, ചില ഇടങ്ങളിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് വേണ്ടി നിൽക്കാനും, അല്ലെ, ഡ്യൂട്ടിയുടെ ഇടങ്ങളിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും. അവർ സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ അവർ സംസാരിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ഉപവസിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഉദ്ധാരണം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് മൊർദെഖായി രാജ്ഞിയോട് പറയാം. അവളുടെ വിശ്വാസം, അവന്റെ വിശ്വാസം എത്ര വലുതാണ്! കാരണം അവന്റെ പേര് തന്നെ പോരാടുന്നവെന്നാണ്. പോരാടി ബഹുമാനം പ്രാപിക്കുന്നവെന്ന അവന്റെ പേര്. അങ്ങനെങ്കിൽ അവന്റെ വിശ്വാസമുണ്ട്. തന്റെ പ്രാർത്ഥന വ്യർത്ഥമാകില്ല, രട്ടിലും വെണ്ണീരിലും താൻ ഇരിക്കുന്നത് വ്യർത്ഥമാകില്ല. അവന്റെ രാജകീയ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിലും ഉപവസിക്കുന്നതിലും നീ യഹൂദയാണെന്ന് ഇതുവരെ അവർക്ക് അറിയത്തില്ല. പക്ഷേ ഈ യഹൂദ ജനത്തെയൊക്കെ കൊല്ലുമ്പോൾ എന്തെങ്കിലും അവരെ കണ്ടുപിടിക്കും. നിന്റെ കാര്യം പോക്ക. പക്ഷേ നീ ഇപ്പോൾ സംസാരിച്ചാൽ നിനക്ക് യഹൂദ ജനത്തിന് ഇത് വിടുതലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, നീ ചെന്ന് ഇങ്ങനെയുള്ള കാര്യത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്ക് അറിയാം? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹൂദ വംശനായ മൊർദെഖായി തന്റെ വാതിൽക്കാവൽക്കാരനായി ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ യഹൂദ ജനത്തിന് പ്രതിസന്ധി അവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരുവൻ രാജസ്ഥാനത്തേക്ക് വന്നപ്പോൾ, ഒരുവൻ രാജാവിന്റെ അടുക്കലെത്തപ്പെട്ടപ്പോൾ യഹൂദ ജനത്തിനൊരു പ്രതിസന്ധി ഉണ്ടായെങ്കിൽ, ആ മാനിൽ കൂടി ഒരു വംശഹത്യ വെളിപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ, മൊർദെഖായി പറയാണ്, എസ്തേറേ, നീ വെറുതെ അല്ല അതിനകത്ത് പ്രവേശിച്ചത്. നിന്നെ ഞാൻ വളർത്തി വലുതാക്കി. അനാഥയായിരുന്നു നിന്നെ, അപ്പനും അമ്മയും നഷ്ടപ്പെട്ടതിനെ ഞാൻ വളർത്തി രാജസ്ഥാനത്ത് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. എങ്ങനെ ആർക്കറിയുവാൻ കഴിയും? ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിന്റെ പ്ലാനുകൾ മനുഷ്യന്റെ ബുദ്ധിയിൽ വെളിപ്പെടുന്നതല്ല, മനുഷ്യന്റെ ബുദ്ധിയിൽ അളക്കുവാൻ കഴിയുന്നതല്ല. വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ ഇരിക്കുന്ന യഹൂദനെതിരെയുള്ള വംശഹത്യ ആത്മാവിൽ തിരിച്ചറിഞ്ഞൊരു ദൈവം ഒരു ചെറുനാടനെ വളർത്തി രാത്രി പദത്തിലേക്ക് പഠിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ ക്രമീകരണം ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ചെറിയൊരു മുതല്ലേ ഇപ്പോൾ ഞാൻ നിർത്താൻ പോവുകയാണ്. നമുക്കറിയാം, ഒന്നുമായിട്ട് 4-ാം അധ്യായത്തിൽ കിടക്കുന്നുള്ളൂ അല്ലേ? 10 അധ്യായങ്ങളുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. നാം ചില സ്ഥാനത്ത് ആക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, നാം ചില സ്ഥാനത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, അത് വെറുതെ നിയോഗിക്കപ്പെട്ടതല്ല. അതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്, അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതിന്റെ ആത്മാവിൽ വിശ്വസിക്കാൻ കഴിയുമോ? ഈ സഭ വെറുതെ നിയോഗിക്കപ്പെട്ടതല്ല. നീ സ്നാനപ്പെട്ടത്, സഭയായി പട്ടണത്തിൽ ആരാധിക്കുന്നത്, അനേക സഭകൾ ഉണ്ടായിരുന്നിട്ടും ഒരു തിരഞ്ഞെടുപ്പ് നിനക്ക് സംഭവിച്ചത് വെറുതെയല്ല. ദൈവത്തിന് എന്തൊക്കെയോ പദ്ധതികളുണ്ട്, ദൈവത്തിന് എന്തൊക്കെയോ പ്ലാനുകളുണ്ട്, ദൈവത്തിന് എന്തൊക്കെയോ ചെയ്തെടുക്കാറുണ്ട്. വെറുതെ നിർത്താൻ പോവുകയാണ്. വെറുതെ അല്ല നീ രാജസ്ഥാനത്തായിരിക്കുന്നത്. ആർക്കറിയാം? അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറയാൻ കൽപ്പിച്ചത്, നീ ചെന്ന് എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കും. ഞാനും എന്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും നിയമത്തിന് വിരുദ്ധമായി, രാജകീയ നിയമങ്ങൾക്ക് വിരുദ്ധമായി, ദേശത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ദൈവ
എന്റെ ജനവും നീയും ഉപവസിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്റെ ഗർവിൽ നിന്നുള്ള ഒരു കമന്റല്ല ഇത്, എന്റെ അഹങ്കാരത്തിൽ നിന്നുള്ള ഒരു കമന്റല്ല ഇത്, രാജകീയ നിയമങ്ങൾക്കെതിരെയുള്ള എന്റെ നടത്തം എന്റെ ഗർവിൽ നിന്നുള്ള ഒരു കമാൻഡല്ല. പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട്, നീ നിന്റെ ജനത്തോടു കൂടെ ഉപവസിക്കുമ്പോൾ, ഞാൻ എന്റെ ബാല്യക്കാര്യത്തോട് ഉപവസിക്കുമ്പോൾ ഇറങ്ങി വരുന്നത് ദൈവിക രാജകൊട്ടാരത്തിന്റെ നന്മകളുടെ അകത്ത് അല്ലെങ്കിൽ ആഡംബരങ്ങളുടെ അകത്ത് ഉപവസിക്കാൻ പറ്റുമോ? പറ്റും. ഒരുവർക്ക് പറ്റും. ദൈവത്തെ ഉയർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു നിയമത്തിനെതിരായി ചലിക്കാൻ കഴിയത്തില്ല. ഒരു രാജാവിന്റെ ഹൃദയത്തെ മാറ്റാൻ കഴിയത്തില്ല. ഒരു രാജാവിന്റെ തീരുമാനങ്ങളെ തിരുത്താൻ കഴിയത്തില്ല. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ വീഴ്ത്തോട് നടക്കിയിരിക്കുന്നു. അവൻ അതിനെ ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കണമെങ്കിൽ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കണമെന്ന് അവൻ ഉറപ്പുള്ളതുകൊണ്ട് ഭാരതത്തോട് ക്ലിയറായി പറയും, ഞാൻ നിയമപ്രകാരമല്ല. കാരണം 30 ദിവസത്തേക്ക് രാജാവിന്റെ അടുത്ത് ചെല്ലാൻ പെർമിഷൻ ഇല്ല. ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മോർദെഖായി ചെന്ന് എസ്തർ കൽപ്പിച്ചതുപോലൊക്കെ ചെയ്തു. 5-ാം അധ്യായത്തിൽ വിടുതലുകളുടെ വലിയൊരു കൂമ്പാരം തന്നെ കടക്കുന്നുണ്ട്. 3 വെളിപ്പെട്ട് വരുമ്പോൾ നമ്മുടെ സമയം തീർന്നു പോവുകയാണ്. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകളിലേക്ക് അടച്ച് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥിച്ചാട്ടെ. ഒരു ഉപവാസം പ്രഖ്യാപിക്കുന്നത് ഇന്ന് രാത്രി വെറുതെയല്ല, മാസാവസാനം ആയതുകൊണ്ട് ഒരു ഉപവാസം ആയിക്കോട്ടെന്ന് കരുതണ്ട. ഈ ഉപവാസത്തിനകത്ത് പ്രാർത്ഥനയ്ക്കകത്ത് ചില ദൈവിക പദ്ധതികൾ മറഞ്ഞിരിപ്പുണ്ട്. ചിലതിനെ എസ്തേറിനെ പോലെ എഴുന്നേൽപ്പിക്കുവാൻ രേഖകളെ തിരുത്തി കുറിക്കുന്ന രാജാക്കന്മാരുടെ ഹൃദയത്തെ വഴിതിരിച്ചു വിടുന്ന അവരുടെ ഉറക്കത്തെ കരുത്തിക്കളയുന്ന ഉപവസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറുമോ? എല്ലാ കടച്ചാട്ടെ, ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ കൂടി വരുന്നത് വെറുതെ ആയി തീരത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വെറുതെ ആയി തീരത്തില്ല. ഞങ്ങളുടെ ഉപവാസം വ്യർത്ഥമായി തീരത്തില്ല. അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറപ്പെടും. നാളെ ഇന്നെ അനുഗ്രഹിക്കേണ്ടതിന് സഹായകമായി ഒരുമിച്ച് ഉയർത്തേണ്ടതിന് വലിയ വിടുതലുകൾ, വലിയ അത്ഭുതങ്ങൾ, എന്റെ മനസ്സിൽ വലിയ പ്രതീക്ഷകൾ ദൈവാത്മാവ് തരുന്നു. വലിയ അത്ഭുതങ്ങൾ